PS അച്യുതാനന്ദനെ പുകഴ്ത്തിയും പിണറായി വിജയനെ പരിഹസിച്ചും ജി സുധാകരന്റെ കവിത ഇടിമുഴക്കം പോലെ ശബ്ദം സിംഹഗർജനം പോലൊരാഹ്വാനം എന്ന പേരിൽ കലാകൗമുദിയിലാണ് ജി സുധാകരന്റെ കവിത. VSനെ കുട്ടനാടിന്റെ വീരപുത്രൻ എന്നാണ് കവിതയിൽ വിശേഷിപ്പിക്കുന്നത്. 2011 തുടർഭരണം വരാതിരിക്കാൻ യൂദാസുമാർ പത്മവ്യൂഹം തീർത്തെന്നും ജി സുധാകരൻ കവിതയിൽ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, 2011 VS അച്യുതാനന്ദൻ തുടരണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ അത് നടക്കാതെ പോയത് യൂദാസുമാർ പത്മവ്യൂഹം തീർത്തതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അത് പാർട്ടിയിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു എതിർപ്പുണ്ടായതുകൊണ്ടും തോൽപ്പിച്ചതുകൊണ്ടുമാണ് 3 MLA-മാരെ കിട്ടാതെ പോയത് എന്ന കാര്യമാണല്ലോ പറയുന്നത്. തീർച്ചയായിട്ടും മഞ്ജുഷ്, ജി സുധാകരൻ VS അച്യുതാനന്ദന്റെ ഏറ്റവും അടുത്ത അനുയായിയും ശിഷ്യനുമൊക്കെ ആയിരുന്നു വർഷങ്ങളോളം. പിന്നീട് പിണറായി VS ഗ്രൂപ്പ് ഒരു ശക്തമാകുമ്പോഴാണ് സുധാകരൻ മറുകണ്ഠം ചാടുകയും പിണറായിക്ക് വേണ്ടി ഏറ്റവും ശക്തമായി തന്നെ ആ ഘട്ടങ്ങളിൽ പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെ വാദിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ ആലപ്പുഴ പാർട്ടി പിടിക്കാൻ VS പക്ഷത്തൊപ്പം നിന്ന പാർട്ടി പിണറായി പക്ഷത്തേക്ക് ചേർക്കാൻ ഏറ്റവും അധികം യത്നിച്ച അതിൽ വിജയിച്ച നേതാവ് കൂടിയാണ് ജി സുധാകരൻ. ആ സുധാകരനാണ് ഇപ്പോൾ ഒരു തിരിച്ചറിവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കവിത ഒരുപക്ഷെ VSനോട് മാപ്പ് ചോദിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തന്റെ തെറ്റുപറ്റി എന്ന് സമ്മതിക്കുന്ന തരത്തിലുള്ള ഒരു കവിതയായി കൂടി ചിലപ്പോൾ വ്യാഖ്യാനിക്കപ്പെടാം. ഏതായാലും VSന്റെ അവദാനങ്ങൾ വാഴ്ത്തുകയാണ് ഈ കവിതയിലുടനീളം ജി സുധാകരൻ. പുന്നപ്രയുടെ നായകൻ, ആലപ്പുഴയുടെ വീരപുത്രൻ തുടങ്ങിയ വിശേഷണങ്ങളാണ് VSനുള്ളത്. ഇതിൽ ഒരു ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ടത് 2011 2006 ജി സുധാകരൻ കൂടി ഉൾപ്പെട്ട VS സർക്കാർ, ആ സർക്കാരിന് തുടർച്ചയുണ്ടാകുമെന്ന് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടതാണ്. പാർട്ടിക്ക് പക്ഷേ ആ സർക്കാർ തിരിച്ചു വരുന്നതിനോട് താല്പര്യമില്ല എന്ന വിലയിരുത്തലുകൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു. മുന്നണി നേതാക്കളും അതുപോലെ തന്നെ CPI നേതാക്കളുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പരാമർശം നടത്തിയിട്ടുള്ളതാണ്. VS ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകുന്നതിനോട് പിണറായി പക്ഷത്തിന് യോജിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പലയിടത്തും സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ പാളിച്ച മനഃപൂർവ്വം പാളിച്ചെന്ന് പറയാൻ കഴിയില്ല, ബോധപൂർവ്വം ഉണ്ടാക്കിയതാണ്. അത് ശരിവയ്ക്കുന്ന ഒരു പരാമർശം ഈ കവിതയുടെ 11ാം അധ്യായത്തിൽ ജി സുധാകരൻ നടത്തുന്നുണ്ട്. കരളർപ്പോടെ പോരാടിയ ജനസഭ, അതിലെങ്കിൽ മുഖ്യനായി വാണകാലം, വീണ്ടും വരാനായി കൊതിച്ചു നാമെങ്കിലും, യൂദാസുകൾ തീർത്ത പത്മവ്യൂഹം, മുന്നിലായി കാണുവാൻ മുമ്പേ അറിയാതെ നഷ്ടമായ ഏറെ പടക്കളങ്ങൾ, 3 പടക്കളം കൂടി ജയിച്ചെങ്കിൽ വാഴും ജനസഭാ മന്ദിരത്തിൽ തേരുതെളിക്കുന്ന നാഥനായി, കാലമേ ഇനിയില്ലല്ലോ വിധി നിർണ്ണയിപ്പു എന്ന് പറഞ്ഞുകൊണ്ട് ആലപ്പുഴ അന്ന് വലിയ വിജയം ആ ഘട്ടത്തിലും ഇടതു മുന്നണിക്ക് നൽകിയെന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ സർക്കാരിന്റെ കാലത്ത് അത്തരത്തിലൊരു വീഴ്ചയുണ്ടായി എന്ന് പരാമർശിക്കുന്നത്. അല്ലെങ്കിൽ ബോധപൂർവമായ വീഴ്ച സർക്കാർ തിരികെ അധികാരത്തിൽ തുടരാതിരിക്കാൻ ഉണ്ടായി എന്ന് സുധാകരൻ വിമർശിക്കുന്നത്. ഈ കുട്ടനാടിന്, ആലപ്പുഴ ജില്ലയ്ക്ക്, അവിടുത്തെ കർഷക പ്രസ്ഥാനങ്ങൾക്ക്, പാവപ്പെട്ട ആളുകൾക്കൊക്കെ VS അച്യുതാനന്ദൻ എന്ന നേതാവ്, 2 അക്ഷരം, ആ നേതാവ് നൽകിയ പിന്തുണ, അവർക്ക് ഉയരാൻ VSന്റെ ശക്തി ഒക്കെ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പുന്നപ്ര വയലാർ സമരത്തെക്കുറിച്ച് ഇതിൽ പ്രതിപാദിച്ചു പോകുന്നുണ്ട്. 2 വരി ഇപ്രകാരമാണ്: മനസ്സിൽ ഇടിനാദമായി ഘോരരാവിങ്കിലും അരുണാഭയായി സുപ്രഭാതത്തിലും ഒരു ശുഭ്രവേഷം നടന്നു നീങ്ങി അസമത്വങ്ങളെ വേട്ടയാടാൻ, അങ്ങനെ അസമത്വങ്ങളെ വേട്ടയാടാൻ നടന്നു നീങ്ങിയ ശുഭ്രവസ്ത്രമായി വസ്ത്രധാരിയായി VSനെ വിശേഷിപ്പിക്കുന്നു. ആ 2 അക്ഷരം കൊണ്ട് ആളുകൾ വിളിക്കുന്ന ആ നേതാവിനെ ആ രീതിയിൽ വിശേഷിപ്പിക്കുന്നു. അങ്ങനെ VSനെ വലിയ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ടാണ് ഈ കവിത മുന്നോട്ട് പോകുന്നത്. പിണറായിക്ക് ചില പരിഹാസങ്ങളുണ്ട് എന്നുകൂടി നമുക്ക് ഇത് വ്യാഖ്യാനിച്ചാൽ മനസ്സിലാകും. അതിപ്രകാരമാണ്: കയ്യിൽ കഠാരയോ കത്തികളോ മിന്നിച്ചിത്രം വെടിയുണ്ടയോ ഒന്നുമില്ലാതെ നടന്നു നീങ്ങി, ചുറ്റും നിറഞ്ഞ ഹതാശയ പട്ടിണ മക്കളെ തൊട്ട് നീങ്ങി എന്നൊക്കെ പറഞ്ഞ് VSനെ പോർത്തുമ്പോൾ ബ്രണ്ടൻ പഠനകാലത്തെ പിണറായി ഒരിക്കൽ അനുസ്മരിച്ചതും ഊരിപ്പിടിച്ച കത്തിയും വാളുമൊക്കെ പിണറായി പരാമർശിച്ചതുമൊക്കെ ഇത് വായിക്കുന്ന ആർക്കെങ്കിലും VS അച്യുതാനന്ദനെ പുകഴ്ത്തുകയാണ് കവിതയിൽ. അതേസമയം തന്നെ പിണറായി വിജയനെതിരെ ചില പരിഹാസങ്ങളും ജി സുധാകരന്റേതായി ഉണ്ട്.